പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ സന്ദർശനം നടത്തിയത് വിവാദമായിരിക്കുകയാണ്. ഗണപതി പൂജ നടക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിലെത്തിയത്. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പരസ്പരം കൈകോർക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഈ പറഞ്ഞ സംവിധാനങ്ങൾ ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും സമാന്തര രേഖകൾ പോലെ പോകുന്നതാണ് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുക. ചീഫ് ജസ്റ്റിസിനെ പോലെ, അതും DY ചന്ദ്രചൂഡിനെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പ്രധാനമന്ത്രി പോകുമ്പോൾ അത് പ്രതിപക്ഷ കക്ഷികളെ ആയാലും പൊതുസമൂഹത്തെ ആയാലും ബാധിക്കുന്ന കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വളരെ നിർണായകമായ കേസുകൾ പലതും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയിലുള്ള കേസുകൾ നിലനിൽക്കെ പ്രധാനമന്ത്രിയെപ്പോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചീഫ് ജസ്റ്റിസിനെ പോലെ എല്ലാ സ്വാധീനങ്ങൾക്കും അതീതനായിരിക്കേണ്ട ജുഡീഷ്യറിയുടെ അവസാന വാക്ക് എന്ന് പറയാവുന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്നത് വെറും യാദൃച്ഛികമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഈ സന്ദർശനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയോ ചീഫ് ജസ്റ്റിസോ ഒരു പ്രതികരണം നടത്തും എന്ന് കരുതാനാവില്ല. പൂജയുടെ പേരിലായതുകൊണ്ട്, ഗണപതി പൂജയുടെ പേരിലായതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ പലരും മടിക്കുന്നുമുണ്ടാവും. എന്തായാലും ഭക്തിയുടെ പേരിൽ, ആരാധനയുടെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ ജുഡീഷ്യറിയുമായി വഴിവിട്ട ഒരു ബന്ധത്തിന് ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് വിലയിരുത്തേണ്ടത്.